إلى حضرة سيدنا ونبينا وثمرة فؤادنا محمد صلى الله عليه وسلم وإلى حضرات أصحابه البدريين رضوان الله تعالى عن كل واحد منهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. തർബിയാത്മീയ മജ്‌ലിസിലേക്ക് ഏവർക്കും സ്വാഗതം. അൽഹംദുലില്ലാ, അസ്മാഉൽ ബദറാണ് ഇന്ന് നാം ചൊല്ലാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള ബദരീങ്ങൾക്ക് വലിയ മഹത്വമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പഴയകാലത്തൊക്കെ നമ്മളെ ഉമ്മമാര് വല്ലിപ്പമാരൊക്കെ ഏത് പ്രതിസന്ധിയിലും ബദരീങ്ങളെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ, അല്ലെങ്കിൽ മൊഹീദ്ദീൻ ഷേഖെ കാക്കണേ, രക്ഷിക്കണേ എന്നൊക്കെ ഇങ്ങനെ മഹത്തുക്കളെ വിളിച്ചിരുന്നു. ഇന്നൊക്കെ മഹാന്മാരെ വിളിക്കാനും അവരെടുക്കൽ പോകാനും ഒക്കെ മടിയുള്ള ന്യൂ ജനറേഷന്റെ ആളുകളായപ്പോൾ പരിഷ്കരണങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഒരു ഔട്ട് ഓഫ് ഫാഷൻ അല്ലേ എന്ന രീതിയിലാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ബദരീങ്ങളെ നമ്മൾ വിളിക്കുക തന്നെ വേണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതാണ്. ലോകത്ത് ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ളവരാണ് ബദരീങ്ങൾ എന്ന് പറയുന്നത്. ആ ബദരീങ്ങളെ കുറിച്ച് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉ ഇൻദ റബ്ബിഹിം യുർസഖൂൻ എന്നാണ് ബദരീങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. ഫരീഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളലി വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം മിൻ ഖൽഫിഹിം അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളെ കുറിച്ച് പറഞ്ഞത് അവർ മരിച്ചുപോയവരാണ്. അല്ലെങ്കിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവരെ കുറിച്ച് പറഞ്ഞത് അവർ മരിച്ചവരാണ്. അംവാതൻ എന്ന് പറയാൻ പാടില്ല. അവരുണ്ടല്ലോ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവരാണ്, അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ മരിച്ചു പോയവരാണെന്ന് പറയരുത്. അവര് മരിച്ചിട്ടില്ല. അവർ അല്ലാഹുവിന്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുന്നവരാണ്. സ്വർഗീയ ലോകത്തെ പറവകളാണ്. അവർ പാറിപ്പറന്നുകൊണ്ട് സ്വർഗത്തിൽ അവർ വിചാരിക്കുകയാണ്. അതാണ് ബദരീങ്ങൾ. ആ ബദരീങ്ങളെ കുറിച്ച് നമ്മൾ മരിച്ചു പോയവരാണെന്ന് പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ അടുക്കൽ ഈ ലോകത്തൊന്നും മറിഞ്ഞവർ എന്ന് മാത്രമാണ്. ആ ബദരീങ്ങളെ കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ജിബ്രീൽ വന്ന് ചോദിക്കുകയാണ്, നബിയേ, ബദരീങ്ങളുടെ മഹത്വം എന്താണ്? തങ്ങൾ എങ്ങനെയാണ് ബദരീങ്ങളെ കണക്കാക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ ചോദിക്കുകയാണ്. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മുത്തുനബി തങ്ങൾ ബദരീങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തത്, മുസ്ലിമീങ്ങളിൽ സർവശ്രേഷ്ഠരാണ് ബദരീങ്ങൾ. മുസ്ലിമീങ്ങളിൽ സർവശ്രേഷ്ഠരാണ് ബദരീങ്ങൾ. ആ ബദരീങ്ങൾക്ക് വലിയ മഹത്വമാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. ബദരീങ്ങളെ ബദർ ചരിത്രം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ബദരീങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ആ ബദരീങ്ങളുടെ പേരുകൾക്ക് വലിയ മഹത്വമാണ്.
ആ പേരുകൾ നമ്മൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബദരീങ്ങളുടെ പേരിന് വലിയ മഹത്വമാണ്. ആ പേര് ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ശ്രമിക്കണം. എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് ചെലവാക്കിയാൽ ബദരീങ്ങളുടെ പേര് നമുക്ക് പറയാൻ. ബദരീങ്ങളുടെ പേര് നമ്മളെ വീടുകളിലൊക്കെ മനുഷ്യന്മാരുടെയും ജീവികളുടെയൊക്കെ ഫോട്ടോസ് വെക്കുന്നതിന് പകരം ബദരീങ്ങളുടെ പേര് ഉല്ലേഖനം ചെയ്തു വെച്ചാൽ വലിയ മഹത്വമാണ് പണ്ഡിതന്മാര് പറയുന്നത് കാണാം. അതുപോലെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫിന്റെ ഫോട്ടോ, ആ റൗളയുടെ ഫോട്ടോ ഒരാള് വീടിന്റെ അകത്തളങ്ങളിൽ അല്ലെങ്കിൽ വീടിന്റെ മുൻഭാഗത്തായി വെച്ചുകൊണ്ട് അതിലേക്ക് ഇടക്ക് നോക്കിയിരുന്നാൽ അത് ഇബാദത്താണെന്ന് വരെ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ളതായ ഫോട്ടോസുകളാണ് വെക്കേണ്ടത്. ബദരീങ്ങളുടെ പേരുകൾ വെച്ചാൽ തന്നെ മഹത്വം എത്രയാണ്. ബദർ മൗലിദിൽ തന്നെ കാണാം. അതേ ഒരു ഹാജി, ആ ഹാജി ഹജ്ജിന് പോകുമ്പോൾ മുൻഗാമികളിൽപ്പെട്ട വലിയ മഹാനാണ്. അദ്ദേഹം ഹജ്ജിന് പോകുമ്പോ അതേ ബദരീങ്ങളുടെ പേര് വീട്ടിൽ ഉല്ലേഖനം ചെയ്തു വെക്കുകയാണ്. അതോടൊപ്പം സൂറത്തുൽ ബഖറയിലെ ആയത്തുൽ കുർസി ഉണ്ടല്ലോ, ആയത്തുൽ കുർസിയിലെ വലായ എന്നതുകൂടി അതിൽ ഉല്ലേഖനം ചെയ്തു വെക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം അങ്ങനെ ഹജ്ജിന് വേണ്ടി പോകുന്നു. ഹജ്ജിന് പോയി അദ്ദേഹം രാത്രി സമയത്ത് അദ്ദേഹം പോയതിനു ശേഷം രാത്രി സമയത്ത് 2 കൊള്ളയടിക്കുന്ന ആളുകൾ ആ വീട്ടിലേക്ക് കടന്നു വരുന്നു. കൊള്ളയൊടിക്കുന്ന ആളുകൾ വീട്ടിലേക്ക് കടന്നു വന്നു നോക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. വീടിന്റെ മുകൾ ഭാഗത്ത് വീട് കുത്തിത്തുറന്ന് അകത്തളങ്ങളിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ വലിയ അത്ഭുതം അവർ കാണുകയാണ്, കേൾക്കുകയാണ്. അതേ അവരുടെ ശബ്ദം അവരുടെ ചെവിയിലേക്ക്, ശ്രവണപഥത്തിലേക്ക് ഓടി വന്നത് അതേ 2 വാളുകളും പരിചയും കൂട്ടിമുട്ടുന്ന ശബ്ദമാണ്. അതുപോലെ തന്നെ കുതിരയുടെ കുളമ്പടിക്കാലിന്റെ ശബ്ദമാണ്. എന്തോ ഘോരമായ യുദ്ധം ഈ വീടിന്റെ അകത്തളങ്ങളിൽ നടക്കുന്ന പ്രതീതിയിൽ അവർക്ക് ശ്രവിക്കാൻ സാധിക്കുകയാണ്. ആ 2 പേരും പരസ്പരം അവളെ ഇട്ടെറിഞ്ഞ് പോവുകയാണ്, അവളെ കൊള്ളയടിക്കാതെ പോവുകയാണ്. വീണ്ടും 2ാമത്തെ ദിവസം ഇതുപോലെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് വരുമ്പോൾ സുബ്ഹാനല്ലാഹ് ഇതേ ശബ്ദം തന്നെ കേൾക്കുകയാണ്. അങ്ങനെ അവരും 2 പേരും തിരിച്ചു പോകുന്നു. 3ാമത്തെ ദിവസവും വരുമ്പോൾ ഇതേ ശബ്ദമാണ്. അവർ പേടിച്ച് ഭയവിഹ്വലരായി തിരിച്ചു പോകുന്നു. ഈ വീട്ടിലെ ഉടമസ്ഥൻ വന്നിട്ട് അദ്ദേഹവുമായി സംസാരിക്കണം. എന്താണ് ഇതിന്റെ പ്രത്യേകത? അല്ല, ഈ വീട്ടിൽ കൊള്ളയടിക്കാൻ കയറും ഈ ശബ്ദങ്ങൾ എന്താണെന്നറിയാൻ. ആ മനുഷ്യന്മാർ, ആ കൊള്ളയടിക്കുന്ന ആളുകൾ തിരിച്ചുപോയി എന്നാണ് ചരിത്രം. ബദർ മൗലിദിൽ ഒരു ഹിക്കായത്തിൽ ഇത് വിശദീകരിക്കുന്ന കാണാൻ മഹാന്മാര് രേഖപ്പെടുത്തുകയാണ്. ഇതുപോലെ എത്ര അനുഭവങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ബദരീങ്ങളെ പേര് നമ്മളെ വീട്ടിലുണ്ടാകണം. ഞാൻ എൻ്റെ വീട്ടിൽ ബദരീങ്ങളെ പേര് വാങ്ങി വെച്ചിട്ടുണ്ട്. അതേപോലെ നിങ്ങളും ബദരീങ്ങളുടെ പേര് വീട്ടിൽ ഉല്ലേഖനം ചെയ്തു വെക്കണം. അത് വീടിന് പ്രൊട്ടക്ഷനാണ്. ബദർ മാലയിലൊക്കെ കാണാം ബദരീങ്ങളെ പേര് പറയുന്നവർ ആ പറയുന്ന വീട്ടിൽ, അത് വെക്കുന്ന വീട്ടിൽ അതേ ആ വീട്ടില് തീപിടുത്തമുണ്ടാകൂല, കള്ളന്റെ ശല്യമുണ്ടാകൂല. കണ്ടില്ലേ, കൊള്ളക്കാരടക്കം പേടിച്ചുപോയി. അങ്ങനെ ആ ഹാജി തിരിച്ചു വന്നപ്പോൾ ഇവർ ചോദിച്ചപ്പോ പറഞ്ഞു, അതേ നിങ്ങളെ വീട്ടിൽ ഞങ്ങൾ കൊള്ളയടിക്കാൻ വന്നപ്പോ വലിയ അത്ഭുതം കണ്ടു. ഞങ്ങൾക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ടു വരണം. എന്താണ് നിങ്ങൾ ഈ വീട്ടിൽ ചെയ്തു വെച്ചത്? ഞങ്ങൾക്കതറിയാൻ താല്പര്യമുണ്ട്. ആ സമയത്ത് ആ ഹാജി പറഞ്ഞു, ഞാനൊന്നും ചെയ്തു വെച്ചിട്ടില്ല. ചിലപ്പോൾ ഞാൻ ബദരീങ്ങളെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം ആയത്തുൽ കുർസിയുടെ അവസാനത്തെ ഭാഗം എഴുതിയിട്ടുണ്ട്. അതായിരിക്കും എന്ന് പറഞ്ഞു മഹാന്മാര് പറയുകയാണ്. ഇങ്ങനെ അനുഭവം തന്നെ ബദർ മൗലിദിലൂടെ നമുക്ക് പഠിപ്പിക്കുമ്പോൾ ആ ബദരീങ്ങളുടെ പേരുകള്, മുത്തുനബിയുടെ റൗളയുടെ ഫോട്ടോസുകള്, മദീനയുടെ പച്ച കുബ്ബ അടക്കമുള്ളതായ ഫോട്ടോസുകളൊക്കെ വീട്ടിൽ ഒരു ഭംഗിക്കില്ല.
അതിലേക്ക് നോക്കിയിരിക്കുമ്പോൾ തന്നെ ആരാധനയുടെ പ്രതിഫലം ലഭിക്കുമെന്ന് മഹത്തുക്കൾ പറഞ്ഞത്. അതാണ് വീടിന് ഭംഗിയും, അതാണ് വെക്കേണ്ടതോ. അതല്ലാതെ പ്രിയപ്പെട്ടവരെ മറ്റു ഫോട്ടോസുകൾ വെക്കാതെ, ജീവികളെ ഫോട്ടോസ് വെക്കാതെ വീടുകൾ നമ്മൾ സംരക്ഷിക്കുകയും മഹത്തുക്കളായ ബദരീങ്ങളടക്കമുള്ള മഹത്തുക്കളുടെ ആത്മാക്കൾ വീടിന്റെ അകത്തളങ്ങളിലേക്ക് കയറി വരാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. ബദരീങ്ങളെ നമ്മൾ വിളിച്ചോ, ഏത് പ്രതിസന്ധിയിലും കാവലാണ്. സുബ്ഹാനല്ലാഹ്, ബദരീങ്ങൾ ഓരോ പേരിനും വലിയ മഹത്വമാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് മലപ്പുറത്തേക്ക് വണ്ടി കയറാൻ നിൽക്കുമ്പോൾ പാതിരാത്രി സമയത്താണ്, ഏകദേശം ഒരു 12:30 സമയത്ത്, ബസ്സൊന്നും ഉണ്ടാവില്ല. ആ സമയത്ത് നിൽക്കുമ്പോൾ ഒരു ഉസ്താദിനെ ഞാൻ കാണുന്നു, പ്രായമുള്ളൊരു മുദരീസാണ്. ആ ഉസ്താദ് പറഞ്ഞു, എന്ത് ഉസ്താദ് ഇങ്ങനെ നിൽക്കുന്നത്, വണ്ടി കിട്ടിയില്ലേ? കിട്ടിയില്ല. അങ്ങനെ ഉസ്താദ് പറഞ്ഞു, ബദരീങ്ങളിൽപ്പെട്ട യാ ഖത്താദ, ഖത്താദ എന്ന് നിങ്ങൾ വിളിച്ചോ. യാ ഖത്താദ, യാ ഖത്താദ നിങ്ങൾ പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് നിങ്ങൾക്ക് വണ്ടി കിട്ടും. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാനിങ്ങനെ ആ ഖത്താദ പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്ക് വണ്ടി കിട്ടി. ഇതേ അനുഭവം ഞാൻ വേറെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും, വാഹനം കിട്ടി. ഞാനിത് പറഞ്ഞു വരുന്നത് ഒരു പ്രഹസനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പേരിന്, ആ പേരിന്റെ മഹത്വം ഞാനെടുത്ത് പറയുന്നതാണ്. ബദരീങ്ങളുടെ പേരുകൾക്ക് എത്ര മഹത്വമാണ്. അപ്പോ പ്രതിസന്ധികളിൽ കാവലായി ബദരീങ്ങൾ നമ്മെ പിടിക്കാനുണ്ടാകും. ആ ബദരീങ്ങളുടെ കാവൽ നമുക്ക് ലഭിക്കും. ഇവിടെ ബദരീങ്ങളെ വിളിക്കുമ്പോ അത് വലിയ ശിർക്കാണ് അല്ലെങ്കിൽ കിറുക്കാണെന്ന് പറയുന്ന ആളുകളുണ്ടാകും. അവർക്ക് നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു തആല ആദരിച്ച ബഹുമാനിച്ച ലോകത്തെ ഏറ്റവും വലിയ മഹാന്മാരാണ്. അവരുടെ ബദരീങ്ങളുടെ നേതാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബിനെ പോലുള്ള ഖുലഫാഉർ റാഷിദീങ്ങളായ മഹത്തുക്കളിൽപ്പെട്ടവരാണ്. അതുപോലെയുള്ള മഹത്തുക്കളായ സഹാബത്ത് 313 സഹാബത്ത് അതിൽപ്പെട്ടവരാണ്. ഇങ്ങനെ ബദരീങ്ങളാകുന്ന ഏറ്റവും വലിയ മഹത്തുക്കളുള്ള ആ ബദരീങ്ങളെ മുൻനിർത്തി നമ്മൾ ദുആ ചെയ്യുന്നു. എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാൽ എമൈക്കാക്കണം യാ റബ്ബനാ. ദണ്ണം വബാവാസൂരിയും മറ്റുള്ള ദീനമടങ്ങലും ബദരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ദാഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരല്ലവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന എന്ന് പഴമക്കാര് പാടിപ്പോന്നു. ഇത് വെറുതെയല്ല, ബദരീങ്ങൾ നമുക്ക് കാവലായത് കൊണ്ടാണ്. പഴയ കാലത്ത് പ്രിയപ്പെട്ടവരെ ബദരീങ്ങളെ ധാരാളം വിളിച്ചു. മുഹൈദ്ദീൻ ഷെയ്ഖിനെ ധാരാളം വിളിച്ചു, ഇർഫാൻ ഷെയ്ഖിനെ ധാരാളം വിളിച്ചു. എല്ലാവരും വീടിന്റെ അകത്തളങ്ങളിൽ മൗലിദോതി മാലവാടി. പ്രതിസന്ധികളില്ല, പ്രയാസങ്ങളില്ല. ഇന്ന് ഏത് വീട്ടിൽ ചെന്നാലും ഒരു രോഗിയില്ലാത്ത വീട് കുറവാണ്. എല്ലാ വീട്ടിലും രോഗികളായി കൊണ്ടിരിക്കുകയാണ്. ഇനി രോഗിയുണ്ടോ? ആ രോഗത്തിന്റെ പേര് പോലും അറിയാത്ത പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന സമൂഹം. ആ സമൂഹത്തിന് വിജയത്തിന്റെ മാർഗം ബദരീങ്ങളാണ്. അല്ലാഹു ആ ബദരീങ്ങളുടെ മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ബദരീങ്ങളെ പേര് പറഞ്ഞു. അതാണ് നമ്മുടെ ഈ മജ്ലിസിലൂടെ നമ്മൾ പറയുന്നത്. യദാകിരി യസ്മാഇഹിം വസനാഇഹിം ഫസ്തും ബിഖൈറാത്തിൻ വനിഅമിൻ തഅ്സുറൂൻ. ബദരീങ്ങളെ പേര് നിങ്ങൾ പറയുമ്പോ, ആ ബദരീങ്ങളുടെ കീർത്തനങ്ങൾ നിങ്ങൾ പാടിപ്പുകഴ്ത്തുമ്പോൾ സുബ്ഹാനല്ലാഹ് നിങ്ങൾക്ക് വിജയമുണ്ടാകും. നന്മ കൊണ്ടുള്ള വിജയമാണ്. ധാരാളം നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഇത് ബദരീങ്ങളെ പേര് പറയുമ്പോൾ ഉള്ളതാണ്.
യാ ഹാളിറൂന തവസ്സലൂ വതശഫഉ ബിഉലാഇഹിം ഫീ കുല്ലി ശൈഇൻ തദ്ഫുറൂൻ. ഓ മുഅ്മിനീങ്ങളെ, ബദരീങ്ങളെ പേര് പറയാനിരിക്കുന്ന അതിൽ സന്നിദ്ധരായ ഓൺലൈനാവട്ടെ ഓഫ്ലൈനാവട്ടെ വീടിന്റെ കത്തളങ്ങളാകട്ടെ മജ്‌ലിസുകളാകട്ടെ എവിടെയാണെങ്കിലും ബദരീങ്ങളെ പേര് പറയാൻ വേണ്ടി കാത്തിരിക്കുന്നവരെ, ബദരീങ്ങളെ വിളിച്ച് തവസ്സുൽ ചെയ്യുന്നവരെ, ബദരീങ്ങളെ ശഫാഅത്ത് തേടുന്നവരെ, നിങ്ങൾ ഉന്നതമായ പദവി കൊണ്ട് നിങ്ങൾ വിജയിക്കുന്നതാണ്. ഇത് ബദർ മൗലിദിൽ മഹത്തുക്കൾ രേഖപ്പെടുത്തിയതാണ്. ബദർ മൗലിദിൽ തന്നെ പറഞ്ഞതാണ്. ഇങ്ങനെ ബദരീങ്ങളെ മഹത്വം പണ്ഡിതന്മാര് പറയുന്നത് കാണാം. അല്ലാഹു നമുക്ക് ആ ബദരീങ്ങളുടെ മദദ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ബദരീങ്ങളെ പേര് പറയാൻ പോവുകയാണ്. നല്ല ചെറുപ്പത്തോടെ അതവോടെ. മഹത്തുക്കൾ പലർക്കും പല ഇജാസത്താം. സയ്യിദിനെ കൂട്ടി പറയുന്നവരുണ്ട്, സയ്യിദിനില്ലാതെ പറയുന്നത്. നമ്മൾ സയ്യിദിനെ കൂട്ടിയിട്ടാണ് പറയുന്നത്. ബദരീങ്ങളെ പേര് പാടി പറഞ്ഞതിന് ശേഷം, പേരുകൾ ഓരോന്ന് പറഞ്ഞതിന് ശേഷം ഏറ്റവും എളുപ്പമായിട്ട് നിങ്ങൾക്ക് പറയാൻ ബദർ മൗലിദ് ഏതെങ്കിലും മേടിൽ നിന്ന ബദർ മൗലിദ് നമ്മൾ എടുക്കാം. ആ ബദർ മൗലിദിന്റെ അവസാനത്ത് വദക്കറ ശൈഖു ദവ്വാനി എന്ന് പറഞ്ഞിട്ട് കൊടുത്തത് കാണാം. അവിടെ തന്നെ കണ്ടില്ലേ ദവ്വാനി നാം പറയാണ്. എന്താണ്? മശായിഖുൽ ഹദീസിന്റെ മശായിഖന്മാരിൽ നിന്ന് പറയാണ്, അതേ നിങ്ങൾ ബദരീങ്ങളെ പേര് പറഞ്ഞ് ദുആ ചെയ്താൽ അത് മുസ്തജാബുൻ, അത് ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസാണ്. ഇപ്പൊ നമ്മൾ പറയാൻ പോവുകയാണ്. ബദരീങ്ങളെ പേര് വലിയ ഇജാബത്താണ്. ഏത് പ്രതിസന്ധിക്കും പ്രയാസങ്ങൾക്കും കാരണമാണ്. എന്റെ അനുഭവത്തിൽ എത്ര ഉസ്താദുമാരാണ്, എത്ര ചെറുപ്പക്കാരാണ് പ്രിയപ്പെട്ടവരെ ബദരീങ്ങളെ പേര് പറയുന്നവർ. നമ്മളും അത് ഇന്നു മുതൽ ജീവിതത്തിൽ പകർത്താൻ മുന്നിട്ട് വരണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സ്ത്രീകൾ എത്ര ബദരീങ്ങളെ ബദരീയത്തിന്റെ ഗ്രൂപ്പുകളാണ്. അതുപോലെ തന്നെ ഒരുപാട് ചെറുപ്പക്കാരെ ഗ്രൂപ്പുകളാണ്. ഉസ്താദുമാർ നടത്തുന്ന എത്ര മജ്‌ലിസുകളാണ്, എത്ര നമ്മുടെ ആലിമീങ്ങൾ നടത്തുന്ന മജ്‌ലിസുകളാണ്. പല നിലക്ക് മജ്‌ലിസുൻ നൂർ എന്ന് പറഞ്ഞാലും മഹ്ളറത്തുൽ ബദരി എന്ന് പറഞ്ഞാലും അതിലൊക്കെ പറയുന്നത് ബദരീങ്ങളുടെ പേരാണ്. ഈ പേര് ഏത് രൂപത്തിൽ നിങ്ങൾ പറഞ്ഞാലും വലിയ വിജയമാണ്, ദുആക്ക് ഇജാബത്താണ്. പോരാ മുഹീദ്ദീൻ ശൈഖിനെ പോലെ വലിയ ഔലിയാക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആരിഫായ ശൈഖിനെ പോലെ വലിയ ഔലിയാക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതേ മഹാനായ CM മുഹമ്മദ് അബൂബക്കർ മടവൂരിയെ പോലെ നമ്മളെ കേരളത്തിൽ ഔലിയാക്കളുണ്ട്. ഏത് ഔലിയാക്കളാണെങ്കിലും ലം തഹ്സുല്ലഹുൽ വിലായത്തു ഇല്ലാ ബിഖിറാത്തി അസ്മാഇ അഹ്ലി ബദർ. ബദരീങ്ങളെ പേര് പറയാതെ വിലായത്തിന്റെ മർത്തബയിൽ എത്തുകയില്ലെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ ഏതെങ്കിലും ത്വരീഖത്തിന്റെ മാർഗത്തിലേക്ക് പ്രവേശിച്ചവരടക്കം അവരുടെ സ്ഥിരം ദിനചര്യകളിൽ അല്ലെങ്കിൽ ഔറാദുകളിൽ ബദരീയത്ത് നിർബന്ധമാണ്. അപ്പോഴാണ് അവർക്ക് വിലായത്ത് കിട്ടുകയുള്ളൂ. അത്രയും മഹത്വമുള്ള ബദരീങ്ങളെ പേര് നമുക്ക് പറയാൻ സമയമില്ല. അള്ളാഹു നന്നാക്കി തരട്ടെ. ഈ മജ്‌ലിസുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നന്നാവാൻ വേണ്ടിയാണ്. ഇത് നടത്തുന്നത് നമ്മൾ ചൊല്ലാൻ വേണ്ടിയാണ്. അള്ളാഹു ചൊല്ലാൻ ഭാഗ്യം നൽകട്ടെ. അതുകൊണ്ട് എന്നോടൊപ്പം എല്ലാവരും മൗലിദ് കിതാബ് എടുത്ത് അത് നോക്കി, സ്ക്രീനിൽ കാണിക്കണമെന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാൽ ഇൻഷാ അല്ലാഹ് സ്ക്രീനിൽ കഴിയുന്നത് പോലെ കാട്ടാം. അതല്ലെങ്കിൽ എന്നോടൊപ്പം നിങ്ങൾ ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം, തവസ്സുൽ ബൈത്ത് ചൊല്ലണം. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وذكر الشيخ الدواني رحمه الله أنه سمع من مشايخ الحديث أن الدعاء مستجاب عند ذكر أسماء أهل بدر. وقال مجرب وقال غيره إن كثيرا من الأولياء لم تصل له الولاية إلا بقراءة أسمائهم وتوسل بهم. فنسأل الله سبحانه وتعالى بنبينا وسيدنا محمد صلى الله عليه وسلم
وبسيدنا أبي بكر رضي الله عنه وبسيدنا عمر رضي الله عنه وسيدنا عثمان رضي الله عنه وسيدنا علي رضي الله عنه وبسيدنا طلحة رضي الله عنه وبسيدنا زبير رضي الله عنه وبسيدنا عبد الرحمن رضي الله عنه وبسيدنا سعد رضي الله عنه وبسيدنا سعيد رضي الله عنه وبسيدنا أبي عبيدة رضي الله عنه وبسيدنا الأخنس رضي الله عنه وبسيدنا الأرقم رضي الله عنه وبسيدنا أنس رضي الله عنه وبسيدنا إياس رضي الله عنه وبسيدنا أنيس رضي الله عنه وبسيدنا إياس رضي الله عنه وبسيدنا أنس رضي الله عنه وبسيدنا أبي رضي الله عنه وبسيدنا أسعد رضي الله عنه وبسيدنا عوس رضي الله عنه وبسيدنا عوس رضي الله عنه وبسيدنا بلال رضي الله عنه وبسيدنا بجيد رضي الله عنه وبسيدنا وحاس رضي الله عنه وبسيدنا بصبصة رضي الله عنه وبسيدنا البراء رضي الله عنه وبسيدنا بشير رضي الله عنه وبسيدنا بشير رضي الله عنه وبسيدنا تميم رضي الله عنه وبسيدنا تميم رضي الله عنه وبسيدنا تميم رضي الله عنه وبسيدنا سقط رضي الله عنه وبسيدنا ثعلبة رضي الله عنه وبسيدنا ثابت 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 رضي الله عنه وبسيدنا ثعلبة رضي الله عنه وبسيدنا ثعلبة رضي الله عنه وبسيدنا جابر رضي الله عنه وسيدنا جابر رضي الله عنه وسيدنا جبير رضي الله عنه وسيدنا جابر رضي الله عنه وسيدنا جبار رضي الله عنه وبسيدنا حمزة حارثة رضي الله عنه وسيدنا حمزة رضي الله عنه وسيدنا حاتم رضي الله عنه وسيدنا حاتم رضي الله عنه وسيدنا حسين رضي الله عنه وبسيدنا الحارث رضي الله عنه وسيدنا 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 الحارث رضي الله عنه وبسيدنا الحارث رضي الله عنه وسيدنا 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 الحارث رضي الله عنه وبسيدنا الحارث رضي الله عنه وسيدنا الحارث رضي الله عنه وسيدنا الحارث رضي الله عنه وسيدنا حريث رضي الله عنه وبسيدنا الحباب رضي الله عنه وسيدنا حبيب رضي الله عنه وبسيدنا حرام رضي الله عنه وبسيدنا حمزة رضي الله عنهم عليهم الله والعطايا ورحمة ونعم وآلاء من الحق تسرع حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله وبسيدنا خالد رضي الله عنه وسيدنا خباب رضي الله عنه وسيدنا حباب رضي الله عنه وسيدنا قنيس رضي الله عنه وبسيدنا قريم رضي الله عنه وسيدنا خولي رضي الله عنه وسيدنا خوات رضي الله عنه وبسيدنا غداش رضي الله عنه وسيدنا فراش رضي الله عنه وسيدنا خارجة رضي الله عنه وسيدنا خلاد رضي الله عنه وسيدنا خلاد رضي الله عنه وبسيدنا خلاد رضي الله عنه وسيدنا خلاد رضي الله عنه وسيدنا خلاد رضي الله عنه وسيدنا خليد رضي الله عنه وسيدنا خالد رضي الله عنه وسيدنا خليفة رضي الله عنه وبسيدنا قبيل رضي الله عنه وسيدنا ذي الشمالين رضي الله عنه وسيدنا ذكوان رضي الله عنه وسيدنا ربيعة رضي الله عنه وسيدنا الربيعي رضي الله عنه وسيدنا رفاعة رضي الله عنه وبسيدنا رافع رضي الله عنه وسيدنا 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 رافع رضي الله عنه وبسيدنا رفاعة رضي الله عنه وسيدنا رفاعة رضي الله عنه وسيدنا رفاعة رضي الله عنه وسيدنا راشد رضي الله عنه وسيدنا ربيع رضي الله عنه وسيدنا رقيلة رضي الله عنه وبسيدنا زيد رضي الله عنه وسيدنا زيد رضي الله عنه وسيدنا زيد رضي الله عنه وسيدنا زياد رضي الله عنه وسيدنا زياد رضي الله عنه وسيدنا زياد رضي الله عنه وسيدنا زيد رضي الله عنه وبسيدنا زيد رضي الله عنه وسيدنا زيد رضي الله عنه وسيدنا صالح رضي الله عنه وسيدنا صالح رضي الله عنه وسيدنا صبرت رضي الله عنه وسيدنا سنان رضي الله عنه وسيدنا سويد رضي الله عنه وسيدنا سويبة رضي الله عنه وبسيدنا سعد رضي الله عنه وسيدنا 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 سلمة رضي الله عنه وسيدنا سلمة رضي الله عنه وبسيدنا سالم رضي الله عنه وسيدنا ساهل 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 رضي الله عنه وسيدنا سوحيل رضي الله عنه وبسيدنا سويل رضي الله عنه وسيدنا سعد 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 رضي الله عنه وسيدنا سماك رضي الله عنه وسيدنا سفيان رضي الله عنه وسيدنا سراقة رضي الله عنه وسيدنا سراقة رضي الله عنه وسيدنا سليم رضي الله عنه وسيدنا سليم رضي الله عنه وسيدنا سليم رضي الله عنه وسيدنا صليت رضي الله عنه وسيدنا سنان رضي الله عنه وسيدنا سواد رضي الله عنه وسيدنا سواد رضي الله عنه وسيدنا صيفي رضي الله سلمة رضي الله عنه وسيدنا شجاع رضي الله عنه وسيدنا شماس رضي الله عنه وسيدنا شريك رضي الله عنه وبسيدنا
صفوان رضي الله عنه سيدنا صهيب رضي الله عنه سيدنا صبي رضي الله عنه سيدنا سيفي رضي الله عنه سيدنا الضحاك رضي الله عنه وبسيدنا الضحاك رضي الله عنه سيدنا ضبط رضي الله عنه سيدنا توليد رضي الله عنه سيدنا طفيل رضي الله عنه سيدنا طفيل رضي الله عنه وبسيدنا طفيل رضي الله عنهم عليهم ثناء والحناء وعزة ونور وأضواء تضيء وتلمع صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية وبعاقل رضي الله عنه وبسيدنا عمير رضي الله عنه وسيدنا عمير رضي الله عنه وسيدنا عمير رضي الله عنه وبسيدنا عبد الله رضي الله عنه وسيدنا 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 عبد الله رضي الله عنه وبسيدنا عبد الله رضي الله عنه وسيدنا اياد رضي الله عنه وسيدنا عثمان رضي الله عنه وسيدنا عقبة رضي الله عنه وبسيدنا عقبة رضي الله عنه وسيدنا عكاشة رضي الله عنه وسيدنا عامر رضي الله عنه وسيدنا عامر رضي الله عنه سيدنا عامر رضي الله عنه سيدنا عمار رضي الله عنه سيدنا عامر رضي الله عنه وسيدنا عامر رضي الله عنه سيدنا عامر رضي الله عنه وبسيدنا عامر رضي الله عنه وسيدنا عامر رضي الله عنه سيدنا عامر رضي الله عنه سيدنا عمارة رضي الله عنه سيدنا عويم رضي الله عنه وبسيدنا عباد رضي الله عنه سيدنا عبيد رضي الله عنه سيدنا عبيد رضي الله عنه سيدنا عبيد رضي الله عنه سيدنا عبد الرحمن رضي الله عنه سيدنا عبد الله رضي الله عنه سيدنا عبد الله رضي الله عنه وبسيدنا عبد الله رضي الله عنه سيدنا عبد الله رضي الله عنه سيدنا عاصم الله سيدنا عاصم الله سيدنا عاصم الله سيدنا رضي الله عنه وبسيدنا عمير رضي الله عنه سيدنا عمير رضي الله عنه سيدنا عمير رضي الله عنه سيدنا عمارة رضي الله عنه وبسيدنا عبيد رضي الله عنه سيدنا عبد الرب رضي الله عنه سيدنا عبد رضي الله عنه وبسيدنا عبد الله رضي الله عنه وبسيدنا عبد الله رضي الله عنه وبسيدنا عبد 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 رضي الله عنه وبسيدنا عائذ رضي الله عنه وبسيدنا عاصم رضي الله عنه وبسيدنا عاصمة رضي الله عنه وبسيدنا حسين رضي الله عنه وبسيدنا عباس رضي الله عنه وبسيدنا عباد رضي الله عنه وبسيدنا عباد رضي الله عنه وبسيدنا عبد الله رضي الله عنه وبسيدنا عبد الله رضي الله عنه وسيدنا عبد الله رضي الله عنه وبسيدنا عبد الله رضي الله عنه وسيدنا 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 عبد الله رضي الله عنه وبسيدنا عبد الله رضي الله عنه وسيدنا 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 عتبان رضي الله عنه وسيدنا عتبة 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 رضي الله عنه سيدنا عجلان رضي الله عنه سيدنا عادي رضي الله عنه سيدنا عتيق رضي الله عنه عليهم سرور والفخار وتحفة وجود وإحسان تزيد وترفع صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية وبسيدنا النام رضي الله عنه سيدنا فاكر رضي الله عنه سيدنا فروة رضي الله عنه سيدنا قدامة رضي الله عنه سيدنا قطاة رضي الله عنه وبسيدنا عتبة رضي الله عنه سيدنا كيس رضي الله عنه سيدنا رسول الله سيدنا كيس رضي الله عنه سيدنا كعب رضي الله عنه وبسيدنا كعب رضي الله عنه سيدنا لبك رضي الله عنه سيدنا مهدي رضي الله عنه سيدنا مالك رضي الله عنه وبسيدنا مالك رضي الله عنه سيدنا مدلاد رضي الله عنه سيدنا مرسل رضي الله عنه سيدنا مقداد رضي الله عنه وبسيدنا مستعين رضي الله عنه سيدنا مسعود رضي الله عنه سيدنا مسعود رضي الله عنه سيدنا مهدي رضي الله عنه وبسيدنا معتب رضي الله عنه سيدنا معين رضي الله عنه سيدنا معين رضي الله عنه سيدنا معتب رضي الله عنه سيدنا مسعود رضي الله عنه سيدنا مبشر رضي الله عنه سيدنا محمد رضي الله عنه سيدنا مهدي رضي الله عنه وبسيدنا المنزل رضي الله عنه سيدنا مالك رضي الله عنه سيدنا مالك رضي الله عنه سيدنا معين رضي الله عنه وبسيدنا معتب رضي الله عنه سيدنا مسعود رضي الله عنه سيدنا معاوية رضي الله عنه سيدنا معاوية رضي الله عنه وبسيدنا معاذ رضي الله عنه سيدنا معاذ رضي الله عنه سيدنا معاذ رضي الله عنه سيدنا معاذ سيدنا معاذ رضي الله عنه وبسيدنا مالك رضي الله عنه سيدنا 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 مسعود رضي الله عنه سيدنا مسعود رضي الله عنه سيدنا مجد رضي الله عنه سيدنا معبد رضي الله عنه
سيدنا محمد رضي الله عنه سيدنا معقد رضي الله عنه وبسيدنا المنذر رضي الله عنه سيدنا محرر رضي الله عنه سيدنا مليل رضي الله عنه سيدنا النوير رضي الله عنه سيدنا النعمان رضي الله عنه سيدنا النعمان رضي الله عنه وبسيدنا النعمان رضي الله عنه سيدنا النعمان رضي الله عنه سيدنا النعمان رضي الله عنه وسيدنا النعمان رضي الله عنه سيدنا النعمان رضي الله عنه سيدنا النعيمان رضي الله عنه سيدنا عمر رضي الله عنه عليهم تحيات وفوز ومنة وفضل وإكرام ذهبوا وتستووا صلاة وتسليم وأزكى تحيتي إلى المصطفى المختار خير البرية وبسيدنا واقد رضي الله عنه وسيدنا وحب رضي الله عنه وسيدنا وحب رضي الله عنه وسيدنا ودية رضي الله عنه وسيدنا ودقة رضي الله عنه وسيدنا حاني رضي الله عنه وسيدنا حبيل رضي الله عنه وبسيدنا هلال رضي الله عنه وسيدنا يزيد رضي الله عنه وسيدنا يزيد رضي الله عنه وبسيدنا يزيد رضي الله عنه سيدنا 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 أبي سنان رضي الله عنه وبسيدنا أبي مرصد رضي الله عنه وبسيدنا أبي مخشي رضي الله عنه سيدنا أبي قبشة رضي الله عنه وبسيدنا أبي سلمة رضي الله عنه وبسيدنا أبي سربرة رضي الله عنه وبسيدنا أبي هذيفة رضي الله عنه وبسيدنا أبي عقيل رضي الله عنه وبسيدنا أبي الحيثم رضي الله عنه وبسيدنا أبي مليل رضي الله عنه وبسيدنا أبي لبابة رضي الله عنه وبسيدنا أبي حنة رضي الله عنه وبسيدنا أبي حبة رضي الله عنه وبسيدنا أبي ضياه رضي الله عنه وبسيدنا أبي شيخنا رضي الله عنه أبي دنيا رضي الله عنه وبسيدنا أبي طلحة رضي الله عنه وبسيدنا أبي الله رضي الله عنه وبسيدنا أبي حبيب رضي الله عنه وبسيدنا أبي قيس رضي الله عنه وبسيدنا أبي أيوب رضي الله عنه وبسيدنا أبي خلاد رضي الله عنه وبسيدنا أبي خالد رضي الله عنه وبسيدنا أبي سلمة رضي الله عنه وبسيدنا أبي خزيمة رضي الله عنه وبسيدنا أبي قتادة رضي الله عنه وبسيدنا أبي داود رضي الله عنه وبسيدنا أبي سعيد رضي الله عنه وبسيدنا أبي يسر رضي الله عنه وبسيدنا أبي اليسر رضي الله عنه وبسيدنا أبي مسعود رضي الله عنه عليهم سلام والهدايا وبحجة إلى أن ما دام الشمس تجري وتطلع صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية റഹ്മാനായ രാജസയ്യിദായ അല്ലാഹ്, ബദരീങ്ങളെ പേര് പറഞ്ഞ മജ്ലിസാണ്, ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഈ ഉച്ച സമയത്ത് വിശ്രമിക്കേണ്ട സമയത്ത് റബ്ബേ, പിന്നെ ബദരീങ്ങളെ പേര് പറഞ്ഞു നേറുന്ന പ്രയാസങ്ങളുള്ളവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരുണ്ട്, ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്, മഹല്ലി നിവാസികളുണ്ട്. എല്ലാവരുടെയും മുറാദി മജ്ലിസ് കൊണ്ട് നീ ഹാസിലാക്കണേ അല്ലാഹ്. പ്രതിസന്ധികളും പ്രയാസങ്ങളും നീക്കം ചെയ്യണേ അല്ലാഹ്. സമാധാനാന്തരീക്ഷം നൽകണേ അല്ലാഹ്. എല്ലാത്തിലും ബറക്കത്തിന് കാരണമായി ഈ മജ്ലിസിൽ നിന്ന് ഇത് ചൊല്ലിയതിന്റെ പേരിൽ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ധാരാളം ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് രോഗികളായി കഴിയുന്നവർ, ദാമ്പത്യ ജീവിതത്തിൽ പ്രതിസന്ധിയുള്ളവർ, പ്രയാസങ്ങളുള്ളവർ, രോഗികൾ, നിത്യരോഗികൾ, അതുപോലെ ക്യാൻസർ ബാധിച്ചവർ, ട്യൂമർ ബാധിച്ചവർ, കുഷ്ഠരോഗമുള്ളവർ, മാനസിക രോഗമുള്ളവർ, അണിയാലൊടുങ്ങാത്ത രോഗങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ, അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ പ്രതിസന്ധിയുള്ളവർ, അതുപോലെ സാമ്പത്തികമായി കടമുള്ളവർ, എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ തവസ്സുൽ ബൈത്ത് ചൊല്ലി ദുആ ചെയ്യും. അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البديع يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البديع يا الله. إلهي ناجنا واكشف جميع دية وسرير مكائد العدا والطوف بأهل البديع يا الله. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله
على ياسين حبيب الله إلهي نافس الكرباء عن العاسين والعتباء وكل بلية ووباء بأهل البدير يا الله فكم من حمية حصلت وكم من ذلة فصلت وكم من نعمة وصلت بأهل البدير يا الله وكم أغنيت ذا العسر وكم موليت ذا الفقر وكم عافيت ذا الوزر بأهل البدير يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله لقد ضاق أسل القلب جميع الأرض مع رحبي فأنج من البلاء الصعب بأهل البدير يا الله أتينا طالبي النفذ وجل الخير والسعد فواسع منهة الأيدي بأهل البدير يا الله فلا تردد مع الخيبة بل اجعلنا على الطيبة أيا ذا العز والهيبة بأهل البدير يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وإن تردد فمن نعتي لنيل جميع حاجاتي أيا جال الملمات بأهل البدير يا الله إلهي اغفر واكرمنا بنيل مطالب منا ودفع مساءة عنا بأهل البدير يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وكم من إلهي أنت ذو لطف وذو فضل وذو عطف وكم من كربة تنفي بأهل البدير يا الله وصل على نبي الباب بلا حد ولا حسر وآل سعادة الغل وأهل البدير يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ ഫാത്തിഹി ലിമാ ഉഗ്ലിക വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി ഖദ്രിഹി ومقداره العظيم. റഹ്മാനായ രാജസയ്യിദായ അല്ലാഹ്
ബദിരീങ്ങളെ പേര് പറഞ്ഞ മജ്‌ലിസാൽ ഏകദേശം അരമണിക്കൂറിന് മേലെ ഞങ്ങൾ ഇരുന്ന് നസീഹത്ത് കേട്ടു. ബദിരീങ്ങളെ പേരങ്ങ് പറഞ്ഞു, ചരിത്രം പറഞ്ഞു, റബ്ബേ മഹത്വം പറഞ്ഞു. എല്ലാം സ്വീകരിക്കണേ അല്ലാഹ്. സാധുക്കളാണ്, ദോഷികളാണ്, ധാരാളം തെറ്റ് ചെയ്ത ഹതഭാഗ്യരാണ് റബ്ബേ. ജീവിത സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ട് ചെയ്തുപോയ തെറ്റുകളെല്ലാം വിട്ടുപുറത്തു മാഫ് നൽകണേ അല്ലാ. ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണേ അല്ലാ, അവയവങ്ങൾ നന്നാക്കി തരണേ അല്ലാ, സ്വഭാവം നന്നാക്കി തരണേ അല്ലാ. അല്ലാഹു ഈമാനുള്ള ജീവിതം നൽകണേ അല്ലാ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ അഭിമാനത്തോടെ നിന്റെ പൊരുത്തത്തിലായി നിന്നെ സൂക്ഷിച്ച് നിന്റെ ശിക്ഷകളെ പേടിച്ച് അല്ലാഹുവേ ദീൻ കൈമുതലാക്കി ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ദീൻ വിട്ടെറിഞ്ഞു പോകുന്ന സാഹചര്യങ്ങൾ നൽകല്ല അല്ലാ. ഞങ്ങൾ ഇങ്ങനത്തെ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന നന്നാവാനാണ്, കേൾക്കുന്ന നസീഹത്ത് ജീവിതത്തിൽ പകർത്താൻ ഭാഗ്യം നൽകണേ അല്ലാ. എത്ര ഉമ്മമാര്, സഹോദരങ്ങൾ, സഹോദരിമാരാണ് നിസ്കാരം ഖളാക്കിയും നിസ്കരിക്കാതെ വീടിന്റെ കത്തളങ്ങളിൽ ഇരിക്കുന്നവർ. ഭർത്താവിനെ കുറിച്ച് ഭാര്യ പരാതി പറയുന്നു, നിസ്കരിക്കുന്നില്ല. ഭാര്യയെ കുറിച്ച് ഭർത്താവ് പരാതി പറയുന്നു, നിസ്കരിക്കുന്നില്ല. മക്കളെ കുറിച്ച് മാതാപിതാക്കൾ പരാതി പറയുന്നു, നിസ്കരിക്കുന്നില്ല. എങ്ങനെ ആത്മീയ അന്തരീക്ഷം വീട്ടിൽ നിന്ന് തകർന്നു പോയ കാലത്ത് അല്ലാഹുവേ, സാധുക്കളായി ഞങ്ങളെ കുടുംബത്തെ നീ സംരക്ഷിക്കണേ അല്ലാ. ഞങ്ങൾക്ക് തന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. സ്വർഗത്തിലേക്ക് മാടി വിളിക്കുന്ന മക്കളാക്കിയിട്ട് നരകത്തിലേക്ക് വലിച്ചേക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, നിന്റെ മക്കള് നീ തന്ന ഔദാര്യമാണ്. ആ മക്കളെ കൊണ്ട് പരീക്ഷിക്കുന്ന അവസ്ഥ നൽകല്ല അല്ലാ. അല്ലാഹുവേ, കൺകുളിർമയായ മക്കളാക്കണേ അല്ലാ. ആൺമക്കളുള്ളവരുണ്ട്, പെൺമക്കളുള്ളവരുണ്ട്, ബറക്കത്തിലാക്കണേ അല്ലാ. വിവാഹപ്രായമെത്തിയവരുണ്ട്, അനുയോജ്യണകൾ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. പഠിക്കുന്ന മക്കളുണ്ട് റബ്ബേ, നല്ല മക്കളാക്കണേ അല്ലാ. ഓർമ്മശക്തി, ബുദ്ധിശക്തി നൽകണേ അല്ലാ. നല്ല സർഗവാസനയുള്ള മക്കളുണ്ട്, നല്ല കഴിവുകൾ പ്രകടിപ്പിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ആളുകളുടെ ഇടയിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ, പ്രസംഗിക്കാൻ, പാട്ടുപാടാൻ എല്ലാത്തിനും നല്ല കഴിവ് നൽകണേ അല്ലാ. മുതഅല്ലിമീങ്ങളുണ്ട്, ഖുർആനിയായ മുതഅല്ലിമീങ്ങളാക്കണേ അല്ലാ. ആലിമീങ്ങളുണ്ട്, നല്ല ആലിമീങ്ങളാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ ആലിമീങ്ങളായി കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഹാഫിളീങ്ങളായി കാണാൻ ഭാഗ്യം നൽകണേ അല്ലാ. ഈമാനുള്ളവരായി കാണാൻ ഭാഗ്യം നൽകണേ അല്ലാ. താന്തോന്നികളിൽ ഞങ്ങളെ മക്കളെ പെടുത്തല്ല അല്ലാ. തെമ്മാടികളിൽ പെടുത്തല്ല അല്ലാ. മുബത്തദീങ്ങളിൽ പെടുത്തല്ല അല്ലാ. ഈമാനില്ലാത്തവരിൽ പെടുത്തല്ല അല്ലാ. ലഹരി ഉപയോഗിക്കുന്നവരിൽ പെടുത്തല്ല അല്ലാ. തോന്നിവാസികളിൽ പെടുത്തല്ല അല്ലാ. മാതാപിതാക്കൾ ആക്രമിക്കുന്നവരിൽ പെടുത്തല്ല അല്ലാ. നല്ല മക്കളിൽ പെടുത്തണേ അല്ലാ. മക്കളെ കൊണ്ട്, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന, വീട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന, മോശം പറയിപ്പിക്കുന്ന സാഹചര്യം നൽകല്ല അല്ലാ. മക്കളുടെ പഠനത്തിൽ, കോഴ്സുകളിൽ, പരീക്ഷകളിൽ, ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ബദിരീങ്ങളെ മുൻനിർത്തിയിട്ടാ ചോദിക്കുന്നത്. കടങ്ങൾ ധാരാളമുണ്ട് റബ്ബേ, കടക്കാരെ കൊണ്ട് പ്രയാസപ്പെടുന്ന അവസ്ഥ നൽകില്ല അല്ലാ. വീട്ടിൽ വന്ന് ശബ്ദമുയർത്തുന്ന അവസ്ഥ നൽകില്ല അല്ലാ. കൊടുത്തു തീർക്കാനുള്ള വഴി എളുപ്പമാക്കണേ അല്ലാ. ദാമ്പത്യ ജീവിത ശിഥിലമായവരുണ്ട്, ഭർത്താവ് ഭാര്യയെ തിരിഞ്ഞു നോക്കാത്തവർ, ഭാര്യ ഭർത്താവിനെ തിരിഞ്ഞു നോക്കാത്തത്, ചെറിയ ചെറിയ സൗന്ദര്യ പണക്കത്തിന്റെ പേരിൽ മാറി നിന്നവർ, റബ്ബേ നീ അവർക്ക് സലാമത്ത് നൽകണേ അല്ലാ. അല്ലാഹു ഐക്യവും സമാധാനവും സ്നേഹവും അവരുടെ ഇടയിൽ നൽകണേ അല്ലാ. പ്രതിസന്ധികൾ മാറ്റി കൊടുക്കണേ അല്ലാ. പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. എത്ര നിത്യരോഗികളാണ് വീടിന്റെ കത്തളങ്ങളിൽ, ശിഫ നൽകണേ അല്ലാ. ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്, ശിഫ നൽകണേ അല്ലാ. ദ്വീപിലുള്ള ഞങ്ങളൊരു കൂട്ടുകാരൻ്റെ വാപ്പ ഒരുപാട് ഭക്ഷണം നൽകി, സ്വതക്ക നൽകിയവരെയാണ്. ഇന്ന് ഹോസ്പിറ്റലിൽ, ഉറുദു ഹോസ്പിറ്റലിലാണ്. ശിഫ നൽകണേ അല്ലാ. ഈ അടുത്ത് എൻ്റെ കൂട്ടുകാരൻ വിട പറഞ്ഞു റബ്ബേ, നീ ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാ. അങ്ങനെ എത്ര പേരാണ് മരണപ്പെട്ടു പോകുന്നത് റബ്ബേ, നീ എല്ലാവർക്കും സമാധാനം നൽകണേ അല്ലാ. മരിച്ചുപോയവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. ചെല്ലുന്ന അമലുകൾ, ചെയ്യുന്ന അമലുകളെല്ലാം ഖബറിൽ വെളിച്ചമായി തെളിച്ചമായി ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാ.
സുന്നത്ത് ജമാഅത്തിന്റെ അടിമീങ്ങൾ സയ്യിദന്മാർ നേതൃത്വം നൽകുന്ന ഞങ്ങളെ സംഘടന നേതൃത്വം എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസ്സും ഹിമ്മത്തും ത്വാഖത്തും നൽകണേ അല്ലാഹ്. അവരെ തണലിലായി സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നീക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ബിദ്അത്ത് എന്ന് പറയുന്ന മുജാഹിദിസം, ജമാഅത്ത് ഇസ്ലാം, തബ്ലീഗിസം ഞങ്ങളെ മക്കളിൽ നൽകല്ല അല്ലാഹ്. ഞങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാഹ്. ബദരീങ്ങളെ ഓർക്കുന്ന മഹാന്മാരെ വിളിക്കുന്ന ഈമാനുള്ളവരിൽ പെടുത്തണേ അല്ലാഹ്. ഈ മഹത്തുക്കളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന മഹല്ലി നിവാസികൾ, കൂട്ടുകാര്, കുടുംബാദികൾ, ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് വസ്ത്രം നൽകിയവർ, ഭക്ഷണം നൽകിയവർ എല്ലാവർക്കും ബറക്കത്ത് നൽകണേ അല്ലാഹ്. വീടില്ലാത്തപ്പോൾ വീട് വെച്ച് നൽകിയവർ, റഹ്മാനെ പ്രതിസന്ധികളിൽ ഞങ്ങൾക്ക് കൈത്താങ്ങായവർ, സാമ്പത്തികമായി ടൈറ്റ് വരുമ്പോൾ ഞങ്ങളെ സഹായിക്കുന്നവർ എല്ലാവർക്കും ഖൈറ് നൽകണേ അല്ലാഹ്. ഹജ്ജും സിയാറത്തിന് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഉംറക്ക് കൊണ്ടുപോയവരുണ്ട്, നല്ല നന്മയിൽ ഞങ്ങൾക്ക് സഹായികളായവരുണ്ട്. എല്ലാവർക്കും ബറക്കത്ത് നൽകണേ അല്ലാഹ്. തർബീയിൽ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾക്ക് സഹായങ്ങൾ നൽകുന്നവരുണ്ട്, റബ്ബേ സ്വീകരിക്കണേ അല്ലാഹ്. വീട്ടിലെ ഞങ്ങളെ ഉമ്മമാര്, വയസ്സായവര്, പ്രായം ചെന്നവർ, ജീവിച്ചിരിക്കുന്നവർ ഇസ്സത്തും ആഫിയത്തും ദീർഘായുസ്സും ഹിമ്മത്തും ത്വാഖത്തും നൽകി അവരെ തണലിലായി ജീവിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ ഞങ്ങളെ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ റഹ്മാനെ ഊണുറക്കമില്ലാതെ ദീനു വേണ്ടി നടക്കുന്നവരാണ്. അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും ഹിമ്മത്തും ത്വാഖത്തും നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് മഴ പെയ്യുന്ന മഴ നല്ല മഴയാക്കണേ അല്ലാഹ്. ദുആ സ്വീകരിക്കണേ അല്ലാഹ്. പലസ്തീനിലെ പാവങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ്. ജൂതന്മാരെ നീ തകർക്കണേ അല്ലാഹ്. ദുആ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ രാജ്യത്ത് സമാധാനം നൽകണേ അല്ലാഹ്. മക്കളെ കലാലയത്തിലേക്ക് പറഞ്ഞേക്കാൻ പ്രയാസമാണ്, പേടിയാണ്, പ്രതിസന്ധിയാണ്. എല്ലാ പെൺമക്കളെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. എല്ലാ ഹൈറായതും ഞങ്ങൾക്ക് നൽകി ശർറുകളെ തൊട്ട്, മുസീബത്തുകളെ തൊട്ട്, ആക്സിഡന്റുകളെ തൊട്ട്, അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ദുആ സ്വീകരിക്കണേ അല്ലാഹ്. ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ പഠിപ്പിക്കുന്ന, ഇൽമ പഠിപ്പിക്കുന്ന മക്കളുണ്ട്, നല്ല മക്കളാക്കണേ അല്ലാഹ്. ഇൽമിലും ഇബാദത്തിലും ബറക്കത്ത് നൽകണേ അല്ലാഹ്. കിബർ, ഉജ്ബ്, ഹിഖദ്, ഉളവ്, ഹസദ് പോലെ കൽബിയായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഈമാൻ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇതൊന്നും ദുനിയാവിന്റെ ജീവിതമാണ്. അവസാനം മരിക്കുന്ന സമയത്ത് നല്ല ഈമാനുള്ള മരണം നൽകണേ അല്ലാഹ്. ദുആ കൊണ്ട് ഏൽപ്പിച്ചവരെ ഈ ദുആയിൽ ഉൾപ്പെടുത്തി നീ അനുഗ്രഹം ചൊരിയണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ഞങ്ങളെ വീട്ടിൽ ലീവില്ലാതെ ജോലി ചെയ്യുന്ന ഭാര്യമാർ, കുടുംബിനികൾ, ഉമ്മമാര്, വീട്ടു ജോലികൾ ചെയ്യുന്ന പെൺമക്കളും റബ്ബേ അവരെ നീ ശക്തി കൊടുക്കണേ അല്ലാഹ്. അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. എല്ലാ വീടുകളും സ്വാലിഹീങ്ങളെ മൽജാക്കണേ അല്ലാഹ്. ശൈത്താന്റെ ശർറ സാഹിരീങ്ങളെ സീദിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. اللهم ادخلنا الجنة مع الأبرار يا عزيز يا غفار آمين برحمتك يا أرحم الراحمين. آمين برحمتك يا أرحم الراحمين. آمين برحمتك يا أرحم الراحمين. بفضلك صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله.